ഹലോ, ഇന്ന് നമ്മൾ ക്രോഷേ ബേസിക്സിൻ്റെ ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ 4 പ്ലൈ യാണും അതുപോലെ 2.5 mm ഹുക്കുമാണ്. നമുക്ക് ആദ്യമേ തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചാണ് സ്ലിപ്പ് നോട്ട്. അതിനായിട്ട് നമ്മൾ യാണ്ട് ടെയിൽ എൻഡ് ഇങ്ങനെ എടുക്കുന്നു. ലോങ് എൻഡ് നമ്മളുടെ കൈയുടെ ഉള്ളിൽ വരുന്ന പോലെ എടുക്കുക. എന്നിട്ടിത് ചൂണ്ടുവിരലിൽ ഇതുപോലെ നല്ലപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് താഴെ നിന്നും ഇങ്ങനെ കയറ്റിയെടുക്കുക. എന്നിട്ട് ഒരു തവണ ഇങ്ങനെ ചുറ്റിയെടുക്കുക. അപ്പോൾ നമുക്കവിടെ ഒരു കെട്ട് പോലെ വരും. ആ കെട്ട് നമ്മൾ മിഡിൽ ഫിംഗറും തമ്പും ഉപയോഗിച്ച് നന്നായിട്ട് മുറുക്കി പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്കിൻ്റെ ഹെഡുണ്ടല്ലോ, നോബ്, അതിങ്ങനെ മുകളിൽ കൂടെ തന്നെ കൊണ്ടുവന്ന് ഒരു ലൂപ്പ് എടുക്കുക. എന്നിട്ട് അതിനെ മെല്ലെ തിരിച്ച് താഴേക്ക് കൊണ്ടുവരിക. അതിങ്ങനെ കയറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ഒരു കെട്ട് കിട്ടും. നല്ലപോലെ വലിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്, ബേസിക് സ്റ്റിച്ച്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒന്ന് വലിച്ചു കഴിയുമ്പോൾ ഇതുപോലെ അഴിഞ്ഞു വരും കേട്ടോ. ഒന്നുകൂടി നോക്കാം. നമ്മൾ നല്ല ടൈറ്റായിട്ട് നല്ല ടൈറ്റായിട്ട് പിടിക്കുക. ചൂണ്ട് വിരൽ നല്ലപോലെ മുറുക്കി പിടിക്കുക. ഹുക്ക് താഴെ നിന്നും ഇതുപോലെ കയറ്റി പാരലലായിട്ട് തന്നെ ചുറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ മിഡിൽ ഫിംഗറും തമ്പും ഉപയോഗിച്ച് ആ കെട്ട് നന്നായിട്ട് പിടിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്കിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, നോബ്, മെല്ലെ ഒന്ന് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെടുക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇതിനാണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുക. ഇനിയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മളിങ്ങനെ വലിച്ചു കഴിയുമ്പം അത് വലുതാക്കാനും ചെറുതാക്കാനും നമുക്ക് പറ്റും. ഇനി ഈ നോബ് നമ്മളിതുപോലെ തന്നെ ഉള്ളിലേക്കിട്ട് മുകളിൽ കൂടെ തന്നെ ഇടണം കേട്ടോ. താഴേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കിട്ടി. ഒന്നുകൂടി മുകളിൽ കൂടെ എടുത്തു, താഴെ വരെ ആ നോബ് കൊണ്ടുവന്നു. താഴെ എത്തുമ്പോൾ മെല്ലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറ്റാൻ എളുപ്പമുണ്ടാവും. ഇനി നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വിരലുകൾ മാറ്റി മാറ്റി പിടിച്ച് അതിൻ്റെ ആ സ്ട്രെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. നല്ല ടൈറ്റാക്കി പിടിച്ച് തന്നെ ചെയ്ത് ശീലിക്കുക. അതുപോലെ തന്നെ ഓരോന്നും കൗണ്ട് ചെയ്യാനും മറക്കണം. ഇപ്പോൾ നമ്മൾ ഇവിടെ 8 ചെയിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് നമുക്കത് കാണാൻ പറ്റും. ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 ചെയിൻസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രോഷ്യയുടെ ഫൗണ്ടേഷൻ ചെയിൻസ് എന്ന് പറയുന്നത്. ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതിനും നമ്മൾ ഏറ്റവും ആദ്യം ഫൗണ്ടേഷൻ ചെയിൻസ് ആയിരിക്കും ചെയ്യുക. അല്ലാതെ റിങ്സിലൊക്കെ ചെയ്യുന്നതുമുണ്ട്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്ന സ്റ്റിച്ചാണ്. നമുക്ക് 8 സിംഗിൾ ക്രോഷ്യ വേണമെങ്കിൽ ഒരു ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ചെയിൻ എക്സ്ട്രാ ഇട്ട് കൊടുത്തു. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 9 ചെയിൻസ് ഉണ്ട്. പക്ഷേ ഹുക്കിൽ നിന്നും മൂന്നാമത്തെ ലൂപ്പിലേക്ക് നമ്മൾ ഇതുപോലെ ക്രോഷ്യ കടത്തി വിട്ടു. നമ്മൾ നോബ് ഉപയോഗിച്ച് മെല്ലെ ഒരു ലൂപ്പ് ഉള്ളിലൂടെ വലിച്ചെടുത്തു. ഇപ്പം 2 ലൂപ്പ് നമ്മുടെ സൂചിയിൽ കാണാം. രണ്ടും കൂടെ ഒന്നിച്ച് ഒരു ലൂപ്പാക്കി മാറ്റുക. ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഒന്നുകൂടി ചെയ്യാം. ആദ്യ ചെയിൻ സ്റ്റിച്ചിലൂടെ ഒന്ന് കടത്തിയെടുത്തു. ഇപ്പോൾ 2 ലൂപ്പുണ്ട്. നമ്മളൊന്ന് വലിച്ചെടുത്തു. അപ്പോൾ വീണ്ടും നമുക്ക് 2 ലൂപ്പ് കിട്ടി. എഗെയിൻ രണ്ടും കൂടി ഒന്നാക്കി എടുക്കുക. അപ്പോൾ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. തേർഡ് വൺ ഒന്നുകൂടി ചെയിനിലൂടെ ഇടുക, വലിച്ചെടുക്കുക. 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പിനെയും കൂടി ഒന്നാക്കി ചെയ്യാം. വീഡിയോ നല്ലപോലെ ശ്രദ്ധിച്ച് കണ്ട ശേഷം നമ്മൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ആദ്യമേ തന്നെ മാക്സിമം ചെയിൻസ് ഇട്ടിട്ട് ചെയിൻസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ നീറ്റായിട്ട് ചെയിൻ കിട്ടണം. അത് കഴിയുമ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ സ്റ്റിച്ചും ചെയ്ത് നല്ല പോലെ തറവാക്കി എടുത്ത്
പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, അത് കഴിയുമ്പോൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഈസിയാണ്. നല്ല പോലെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മൾ സിംഗിൾ ക്രോഷ്യ ഏകദേശം ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വൺ ലാസ്റ്റ് ചെയിനിലിട്ടു, 2 ലൂപ്പാക്കി, രണ്ടും കൂടെ ഒന്നിച്ചെടുത്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ്. 8 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കാണാം. നമുക്ക് ഓരോ ലൂപ്പ് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8 സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 9 ചെയിൻസ് ആണ് യൂസ് ചെയ്തത്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിലൊരു ചെയിൻ ചെയ്യണമായിരുന്നു, ഞാനത് വിട്ടുപോയി. ഒരു ചെയിൻ ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. കട്ട് ചെയ്ത ശേഷം ആ നൂല് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ടൈറ്റായിട്ടിരിക്കും, അത് ഇനി അഴിഞ്ഞു പോവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇത്ര ചെയിനേക്കാളും കുറച്ചുകൂടി കട്ടിയായിട്ട് അത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പം അത് ചെയ്യുന്നതിനും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻസ് ഇട്ട് കൊടുക്കണം. താഴത്തൂടി സൂചി കൊണ്ടുവന്ന് ഒന്ന് ചുറ്റിയെടുത്തു. മിഡിൽ ഫിംഗറും തമ്പും ഉപയോഗിച്ച് നന്നായി ടൈറ്റായി പിടിച്ച ശേഷം നമ്മൾ സൂചി മുകളിലൂടെ എടുത്ത് ആ ലൂപ്പിൽ കയറ്റി ഒരു കെട്ടാക്കി. നെക്സ്റ്റ് ചെയിൻസ് ഇടുകയാണ്. 1 2 3 4 5 6 7 8 ചെയിൻസ് ഇട്ടു. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് ഡബിൾ ക്രോഷ്യ എന്ന് പറയുമ്പോൾ തന്നെ 2 ചെയിൻ എക്സ്ട്രാ ഇടണം. 8 ചെയിനിൻ്റെ കൂടെ 2 ചെയിൻ എക്സ്ട്രാ ഇട്ടു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10 ചെയിൻസ് ഉണ്ട്. ഓക്കെ, ഈ ഹുക്കിൽ ഉള്ള ലൂപ്പ് അടക്കം 3 ലൂപ്സ് കഴിഞ്ഞിട്ട് 3 ലൂപ്സ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചുറ്റിയെടുത്തു. ആ 3 ലൂപ്സ് 4th ലൂപ്പിൽ നമ്മൾ നമ്മുടെ സൂചി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ സൂചി ഒരു ലൂപ്പിലൂടെ കടത്തിയിടുക. ഇപ്പോൾ നമുക്ക് സൂചിയിൽ 3 ലൂപ്സ് കാണാം. ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഒന്ന് വലിച്ചെടുക്കുക, രണ്ടാമതും ഒന്നുകൂടി 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ കിട്ടി. ഒന്നുകൂടെ കാണിക്കാം. ഒന്ന് ചുറ്റിയെടുത്തു. അടുത്ത ചെയിനിലേക്ക് നമ്മുടെ ഹുക്ക് കടത്തിയിടുക. ഒരു ലൂപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ 3 ലൂപ്സ് നമ്മുടെ സൂചിയിൽ കാണാം. ആദ്യത്തെ 2 ലൂപ്പിലൂടെ ഒന്ന് വലിച്ചെടുക്കുക, വീണ്ടും 2 ലൂപ്പിലൂടെ ഒന്നുകൂടി വലിച്ചെടുക്കുക. ഇതാണ് സെക്കൻഡ് ഡബിൾ ക്രോഷ്യ. നമുക്ക് മൂന്നാമത്തത് ഇടാം. ഒന്ന് ചുറ്റിയെടുക്കുക, തേർഡ് ചെയിനിലിടുക, നെക്സ്റ്റ് ചെയിനിലിടുക, വലിച്ചെടുക്കുക. 3 ലൂപ്സ് ഉണ്ടാവും. ആദ്യത്തെ 2 ലൂപ്പിലൂടെ കയറ്റിവിടുക, രണ്ടാമതും 2 ലൂപ്പിലൂടെ കയറ്റിവിടുക. ഇങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 3 ലൂപ്സ് കിട്ടി. 2 ലൂപ്സിലൂടെ എടുത്തു, വീണ്ടും 2 ലൂപ്സിലൂടെ എടുക്കുക. നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മളിതിൻ്റെ ഇടയിൽ ചെയിന് വിട്ടു പോകാതെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഓരോ തവണ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച അത്ര എണ്ണം നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക. നമ്മൾ 8 ഡബിൾ ക്രോഷ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് 8 ഡബിൾ ക്രോഷ്യ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കൗണ്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് കൗണ്ട് ചെയ്ത് ശീലിക്കുക. ഇപ്പം ആദ്യത്തെ 2 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യില്ല, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ചെയിൻ. 1
2 3 4 5 6 7 8 കറക്റ്റ് 8 ഡബിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. ചെയിൻ ചെയ്ത ശേഷം നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ആ നൂലിങ്ങനെ വലിച്ചങ്ങെടുക്കാം. അപ്പോൾ അത് നമ്മൾക്ക് സേഫായിട്ട് കിട്ടി. നമുക്കിവിടെ 8 ഡബിൾ ക്രോഷ്യ കാണാം. ഇത് ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടുതലായിട്ടാണ് ഡബിൾ ക്രോഷ്യ വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് അതിനും നമ്മൾ ഫൗണ്ടേഷൻ ചെയിൻസ് തന്നെയാണ് ആദ്യം ഇടുക. അപ്പോൾ നമ്മൾ ടെയിൽ എൻഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ എടുത്ത് ചൂണ്ടുവല ചുറ്റിയെടുത്തു സെയിം സ്ലിപ്പിലോട്ട് ചെയ്യുക. എന്നിട്ട് ചെയിൻസ് ഇടാൻ തുടങ്ങുക. 1 2 3 4 5 6 7 8 ചെയിൻ നമ്മളിട്ടു. ഇനി ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് നമ്മൾ എക്സ്ട്രാ 1 ചെയിനും കൂടി ഇടുന്നു. അങ്ങനെ 9 ഫൗണ്ടേഷൻ ചെയിൻസാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു പ്രാവശ്യം നമ്മളിതുപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഹുക്കിൽ നിന്നും സെക്കൻഡ് ലൂപ്പിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്തു വലിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് കാണാം. ആ 3 ലൂപ്പിലൂടെ ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൂപ്പ് വലിച്ചെടുക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഒന്നുകൂടി ചുറ്റിയെടുക്കുന്നു, അടുത്ത ചെയിനിലോട്ട് ഇടുന്നു, അടുത്ത ചെയിനിലേക്ക് നമ്മളത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒന്ന് ഗ്രാബ് ചെയ്തെടുക്കുന്നു. 3 ലൂപ്സ് കാണാം. ആ 3 ലൂപ്സിൽ കൂടി ഒന്നിച്ച് നമ്മൾ ഒരു സ്റ്റിച്ച് വലിച്ചെടുക്കുന്നു. എഗെയിൻ ഒന്ന് ചുറ്റിയെടുക്കുന്നു, വീണ്ടും അടുത്ത ചെയിനിലേക്ക് ഇടുന്നു, വലിച്ചെടുക്കുന്നു. ഇപ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടി. 3ലൂടെയും ഒന്നിച്ച് വലിച്ചെടുക്കുക. നമ്മൾ 3 സിംഗിൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഓരോ ബേസിക് സ്റ്റിച്ച് പഠിക്കുമ്പോഴും ഒരു കുറച്ചധികം ഫൗണ്ടേഷൻ ചെയിൻ ഇട്ട ശേഷം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചധികം സ്റ്റിച്ചസ് ചെയ്ത് പഠിക്കാൻ പറ്റും. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ക്ലിയർ ആയിട്ട് വരും. ലാസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഒരു ചെയിൻ ഇട്ട ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പം ഇത്രയും ബേസിക് സ്റ്റിച്ചസാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, വലിച്ചെടുക്കുക. നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തിരുന്നത് സിംഗിൾ ക്രോഷ്യ കുറച്ച് തിന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൂടെ ഇച്ചിരി കൂടി തിക്കായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.